ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ ഉസ്താദുമാർ, സഹപാഠികൾ, അസ്സലാമു അലൈക്കും. ദൃശ്യശ്രാവ്യ കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രിയമായതും ശക്തമായ സ്വാധീനവും ഉള്ളതുമായ മാധ്യമമാണ് സിനിമ. വിനോദം എന്നതിലുപരി ഒരു സംസ്കാരത്തെയും സമൂഹത്തിൻ്റെ ചിന്താഗതിയെയും രൂപപ്പെടുത്തുന്നതിൽ സിനിമയ്ക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ ഈ ശക്തമായ മാധ്യമം പലപ്പോഴും സമൂഹത്തിൽ, പ്രത്യേകിച്ച് യുവതലമുറയിൽ, അധാർമികമായ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും എങ്ങനെ വഴിയൊരുക്കുന്നു എന്നതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. സിനിമ എങ്ങനെയാണ് അധാർമികതയ്ക്ക് വഴിയൊരുക്കുന്നത് എന്നതിൻ്റെ വിവിധ വശങ്ങൾ ഉദാഹരണങ്ങൾ സഹിതം നമുക്കൊന്ന് വിശദീകരിക്കാം. ഒന്നാമതായി സമൂഹത്തിൽ അക്രമസൂചനകൾ അതിവൈകാരികമായി അവതരിപ്പിക്കുന്നത്. പ്രതികാരവും നിയമലംഘനവും ഒരു വീരകൃത്യമായി കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നു എന്നതാണ്. മറ്റൊന്ന്, ക്രൂരമായ കൊലപാതകങ്ങളും മർദ്ദനമുറകളും ആവർത്തിച്ച് കാണിക്കുന്നത്. സമൂഹത്തിൽ അക്രമസൂചനകളെ സാധാരണവൽക്കരിക്കുകയും മനുഷ്യൻ്റെ വൈകാരികമായ പ്രതികരണശേഷിയെ മരവിപ്പിക്കുകയും ചെയ്യാം. മൂന്നാമതായി വിവാഹേതര ബന്ധങ്ങൾ, ലൈംഗിക അരാജകത്വം തുടങ്ങിയ വിഷയങ്ങൾ ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും പ്രാധാന്യം കുറയ്ക്കാൻ ഇടയാക്കുന്നു. നാലാമത് വ്യക്തിബന്ധങ്ങളിലെ ഉത്തരവാദിത്തമില്ലായ്മയെയും ലാഘവത്വത്തെയും അവതരിപ്പിക്കുന്നത്. നാലാമത് ഉത്തരവാദിത്തമില്ലായ്മയെയും ലാഘവത്വത്തെയും അവതരിപ്പിക്കുന്നത്. ലാഘവത്വത്തെയും സിനിമകൾ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു. സ്ത്രീകളെ ലൈംഗിക വസ്തുവായി ചിത്രീകരിക്കുന്നതും അവരെ അപമാനിക്കുന്നതും തമാശയായി അവതരിപ്പിക്കുന്നതും സമൂഹത്തിൽ സ്ത്രീകളോടുള്ള മോശമായ കാഴ്ചപ്പാടുകളും വർദ്ധിപ്പിക്കുന്നു. പലപ്പോഴും ദുർബലരായവരെയും പാവപ്പെട്ടവരെയും വില്ലന്മാരായി ചിത്രീകരിച്ച് അവരെ കളിയാക്കുന്നത് സാമൂഹിക നീതിബോധത്തെ ഇല്ലാതാക്കുന്നു. സിനിമയിലെ പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും ഒരു ഫാഷനായി ചിത്രീകരിക്കുമ്പോൾ കൗമാരക്കാരെയും യുവജനങ്ങളെയും ഇത്തരം ദുശീലങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധ്യതയുണ്ട്. സിനിമയിലെ നായകന്മാർ നിയമത്തെ തൻ്റെ കയ്യിലെടുക്കുന്നതും നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നതും ഒരു ഹീറോയിസമായി ചിത്രീകരിക്കുമ്പോൾ യുവജനങ്ങൾക്ക് നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനം കുറയുകയും നിയമം ലംഘിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തേക്കാം. ചുരുക്കം പറഞ്ഞാൽ, വിനോദത്തിനായുള്ള കലാരൂപം എന്നതിലപ്പുറം സിനിമയ്ക്കു സാമൂഹിക ഉത്തരവാദിത്യമുണ്ട്. അധാർമികതയെ ആകർഷമാക്കുമ്പോൾ അത് സമൂഹത്തിൽ വിപരീത ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. സിനിമ നിരോധിക്കുക എന്നതല്ല പരിഹാരം, മറിച്ച് സിനിമയുടെ അണിയര പ്രവർത്തകർക്ക് സാമൂഹിക പ്രതിബന്ധം ഉണ്ടാക്കണം. അധാർമികതയെ തള്ളിക്കളയാനുള്ള ശേഷി സമൂഹം ആർജിക്കണം. സിനിമ നല്ലൊരു വിനോദോപാധിയാകട്ടെ, അതോടൊപ്പം മൂല്യബന്ധമുള്ള സമൂഹത്തെ തിരഞ്ഞെടുക്കുന്നതിലും പ്രചോദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.